പ്രിയ മലയാളി സുഹൃത്തുക്കളെ, ഞാൻ എബ്രഹാം ചെറിയാൻ. ഏവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മുകളിൽ കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. ഇന്നത്തെ വിഷയം കേരള നവോത്ഥാനം എന്ന ചരിത്രത്തിലെ തുടർച്ചയാണ്. കേരള നവോത്ഥാനം എന്ന് പറയുന്നത് 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ 20-ാം നൂറ്റാണ്ട് വരെ കേരളത്തിൽ നടന്ന സാമൂഹികവും സാംസ്കാരികവുമായ പുരോഗതിയും അതിനെ അനുബന്ധിച്ചുണ്ടായ ചരിത്രവുമാണ്. ചരിത്രകാരന്മാർ നവോത്ഥാനത്തെപ്പറ്റി പല പ്രസംഗങ്ങളും നടത്തിയിട്ടുണ്ട്, പല പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഇവയിൽ പലതും ഏകപക്ഷീയവും അവരവരുടെ അഭിപ്രായമനുസരിച്ച് എഴുതിയിട്ടുള്ളതുമാണ്. പരിപൂർണമായ സത്യസന്ധമായ ഒരു നവോത്ഥാന ചരിത്രം ഇതുവരെ ആരും എഴുതുകയോ പറയുകയോ ചെയ്തിട്ടില്ല എന്നത് ഒരു നഗ്നസത്യമാണ്. പല നേതാക്കന്മാരെ തമസ്കരിക്കുകയും മറ്റു ചില നവോത്ഥാന നായകർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുമാണ് ഇതുവരെയുള്ള ചരിത്രങ്ങളും പ്രസംഗ പരമ്പരകളും എല്ലാം നടത്തിയിട്ടുള്ളത്. ഇതിന് പിറകിൽ കുറേ ഹിഡൻ അജണ്ടകളുണ്ട്. ചില നേതാക്കൾ തങ്ങളുടെ വോട്ട് ബാങ്ക് എന്ന് കരുതുന്ന ചില സമുദായ നേതാക്കളെ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് വിവരിക്കുകയും മറ്റു ചിലരെ തമസ്കരിക്കുകയും ചെയ്തിട്ടുള്ളതായി നമുക്ക് കാണാം. ഇതിൻ്റെ പുറകിലുള്ള രാഷ്ട്രീയ അജണ്ട മാത്രമല്ല, മറ്റ് പല പല കാരണങ്ങളുമുണ്ട്. പ്രത്യേകിച്ച് ഇടതുപക്ഷ ചിന്താഗതിക്കാരായിട്ടുള്ള ചരിത്ര നായകന്മാർ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ തങ്ങളുടെ വോട്ട് ബാങ്ക് എന്ന് കരുതുന്ന ചില സമുദായ നേതാക്കന്മാരെ കൂടുതൽ പ്രാധാന്യം കൊടുത്തു വർണ്ണിച്ച് ഇതുവരെയുള്ള കേരളത്തിൻ്റെ പുരോഗതി അപ്രകാരമുള്ള ചില നേതാക്കന്മാർക്കും അതിനുശേഷം ഇടതുപക്ഷ പാർട്ടികൾക്കും കേരളത്തിൽ ഭരണത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുമാണ് ഇതിൻ്റെ അവകാശവും ഉത്തരവാദിത്വവും എന്ന് കാണിക്കുന്നതിനും കേരളത്തിൽ ഇന്ന് കാണുന്ന സകല പുരോഗതിക്കും കാരണം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണെന്ന് വരുത്തി തീർക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് ഇപ്രകാരമുള്ള നവോത്ഥാന ചരിത്രം എഴുത്തുകളിൽ നമ്മൾ കാണുന്നത്. കേരളത്തിലെ നവോത്ഥാനം യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത് കേരളത്തിലെ പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാരുടെ വരവോടുകൂടിയാണ്. യൂറോപ്യൻ മിഷണറിമാർ ക്രിസ്തുമതം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി 16-ാം നൂറ്റാണ്ടിലും 15-ാം നൂറ്റാണ്ടിലും അതിനുശേഷവും കേരളത്തിൽ വന്നിട്ടുണ്ട്. ഇവർ പോർട്ടുഗീസ് മിഷണറിമാരായിരുന്നു. ഇവർ കത്തോലിക്ക മത വിശ്വാസികളായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ മതവിശ്വാസം കേരളത്തിൽ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് മുഖ്യമായിട്ടുണ്ടായിരുന്ന അജണ്ട. അവരതിനായി പലതും ചെയ്തു. അന്നത്തെ മുക്കുവർ, ഈഴവർ, അങ്ങനെയുള്ള ജാതിക്കാരെയൊക്കെ അവർ ക്രിസ്ത്യാനികളാക്കി. പക്ഷേ അവരുടെ സാംസ്കാരികവും സാമുദായികമായ പുരോഗതിക്ക് വേണ്ടി അവരൊന്നും തന്നെ ചെയ്തില്ല. അവരുടെ ലക്ഷ്യം കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളെ ഉദ്ധരിക്കുക എന്നുള്ളതായിരുന്നില്ല. മറിച്ച് പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാരുടെ ആഗമനത്തോടുകൂടി വലിയൊരു വ്യതിയാനമാണ് ഈ മിഷണറിമാരുടെ പ്രവർത്തനം കൊണ്ട് കേരളത്തിലുണ്ടായത്. പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാരുടെ പ്രവർത്തനം ആദ്യമായി ആരംഭിക്കുന്നത് LMS മിഷണറിമാരാണ്. അവർ
ആദ്യമായി നാഗർകോവിൽ കേന്ദ്രമാക്കി അല്ലെങ്കിൽ തെക്കൻ തിരുവിതാംകൂർ കേന്ദ്രമാക്കി അവരുടെ പ്രവർത്തനം ആരംഭിച്ചു. 1806 റിങ്കിൾ ടോബ് എന്ന ജർമ്മൻ മിഷണറി ആണ് ആദ്യമായി ഇവിടെ LMSൻ്റെ പ്രവർത്തനം നടത്തുകയും സ്കൂൾ സ്ഥാപിക്കുകയും ചെയ്തത്. റിങ്കിൾ ടോബ് LMSൽ ചേരുകയും 1806 ആദ്യമായി കേരളത്തിൽ ഒരു സ്കൂൾ തുടങ്ങുകയും ചെയ്തു. അത് നാഗർകോവിലിന് സമീപം മൈലാടി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അതൊരു തമിഴ് സ്കൂളായിരുന്നു. അതിനുശേഷം റിങ്കിൾ ടോബ് 1809 ഒരു സെൻട്രൽ സ്കൂള് തുടങ്ങി. അതും മൈലാടിയിലായിരുന്നു. അതിൻ്റെ പ്രവർത്തനം അദ്ദേഹം സുഗമമായി കൊണ്ടുപോയി. അദ്ദേഹത്തെ പിന്തുടർന്ന് പിന്നീട് വന്ന LMS മിഷണറി ചാൾസ് മീഡ് എന്നയാളാണ്. അദ്ദേഹം തൻ്റെ പ്രവർത്തനം 1818 മുതൽ 1852 വരെ തുടർന്നു. അദ്ദേഹം പല നല്ല കാര്യങ്ങളും ചെയ്തു. 1819 അദ്ദേഹം ഒരു സെൻട്രൽ സ്കൂൾ സ്ഥാപിച്ചു. ആ സ്കൂൾ പുരോഗമിച്ച് പിന്നീട് അത് നാഗർകോവിലെ സ്കോട്ട്സ് മിഷൻ സ്കൂൾ അഥവാ സ്കോട്ട് മിഷൻ കോളേജായി രൂപാന്തരപ്പെട്ടു. അദ്ദേഹം പിന്നീട് അറിയപ്പെട്ട മാറുമറയ്ക്കൽ സമരം അഥവാ ചാന്നാർ ലഹള എന്ന പ്രവർത്തനത്തിൻ്റെ നേതാവും പ്രചോദകനുമായി നിലകൊണ്ടു എന്നുള്ളതാണ് സത്യം. അതിനുശേഷം 1820 അദ്ദേഹം മറ്റൊരു സ്കൂൾ തുടങ്ങി. അത് മുസ്ലിമുകൾക്കും ഹിന്ദുക്കൾക്കും മറ്റ് താണജാതികൾക്കും വേണ്ടിയുള്ളതായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലയളവിൽ അദ്ദേഹം വളരെയധികം ക്രൈസ്തവ പുരോഗതിക്കും സ്കൂളുകളുടെ പുരോഗതിക്കും വേണ്ടി ചെയ്യുകയുണ്ടായി. അനേകം സ്കൂളുകൾ സ്ഥാപിച്ചു. ഇംഗ്ലീഷ്, മലയാളം, തമിഴ് എന്നീ ഭാഷകളും മറ്റും അദ്ദേഹം സ്ഥാപിച്ച സെൻട്രൽ സ്കൂളിൽ അന്ന് നടത്തപ്പെട്ടു. 1835 റവറൻ പോക്സ് എന്ന മിഷണറി തിരുവനന്തപുരത്തെ 5 സ്കൂളുകൾ സ്ഥാപിച്ചു. അതിലൊന്ന് ഒരു ഗേൾസ് സ്കൂളായിരുന്നു. അങ്ങനെ LMS മിഷണറിമാരുടെ പ്രവർത്തനം കൊണ്ടാണ് ആദ്യമായി കേരളത്തിൽ വിദ്യാഭ്യാസം തുടങ്ങിയത്, സ്കൂളുകൾ തുടങ്ങിയത്. കേരളത്തിൽ സാർവത്രികമായി സ്കൂളുകൾ ആരംഭിക്കുകയും മലയാളത്തിലും ഇംഗ്ലീഷിലുമുള്ള സ്കൂളുകൾ പ്രത്യേകം ആരംഭിക്കുകയും മറ്റും ചെയ്തത് CMS മിഷണറിമാരുടെ കാലത്താണ്. അവർ ചെയ്ത സേവനങ്ങളും വിദ്യാഭ്യാസ രംഗത്ത് CMS മിഷണറിമാർ നടത്തിയ സേവനങ്ങളെക്കുറിച്ച് തുടർന്നുള്ള വീഡിയോകളിൽ ഞാൻ പ്രസ്താവിക്കുന്നതാണ്. തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം.